നമ്മളിപ്പോ എവിടെയാ തനുമാ? ഡ്രൈവറിന്റെ കഴിവല്ല അല്ലേ? ഡ്രൈവറിന് കഴിവുണ്ട്, പിന്നെ കൊള്ളാം. ഡ്രൈവറിന് കഴിവുള്ളതുകൊണ്ടാണല്ലോ റേഞ്ച് റോവറൊക്കെ കയറി പോണത് കേട്ടാ. അയ്യോ ഈ ആ പാട്ടിലുള്ള അല്ലല്ലോ ഈ സ്വിമ്മിംഗ് പൂളിൽ കിടക്കണ ആരുടെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കണത്? ഗ്ലൗസ് വാങ്ങിച്ചു, തൊപ്പി വാങ്ങിച്ചു, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മുട്ടം വെയില്. ഇത് യൂണിക്കോൺ അല്ല, തലയ്ക്ക് പ്രാന്ത് മൂക്കുമ്പം ഇതിന്റെ കൊമ്പ് ഇങ്ങനെ മേളിലോട്ടാവും. അപ്പം ഒരു ഡേയിൽ തന്നെ ഒരു 3 ക്ലൈമറ്റ് ആണ് വരുന്നത്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചൂടുണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ ഇങ്ങനെ വന്നു തുടങ്ങും. അതിനുശേഷം വൈകുന്നേരം രാത്രി നല്ല തണുപ്പായിരിക്കും. കുഴിക്കകത്ത് വീടിനെ പോലെ ഒരു ഫീലാണ്. നമ്മളിങ്ങനെ എല്ലാത്തിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ആകാശത്തിലേക്ക് പോണ പോലെ. ഏട്ടൻ കയറിയപ്പോ കുലുങ്ങുന്നോ? ഹോബിറ്റ് ഹൗസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അയ്യോ ഏട്ടാ വണ്ടി എടുത്തോ കാണ്ടാമൃഗം പറഞ്ഞൊരു ബഹളം. ഞാൻ കാണ്ടാമൃഗം ഇവിടെ. അയ്യോ കാട്ടുപോത്ത് വീണ്. മാടി ഒന്നാല തുടിக்கிறேன். ടൈം കിട്ടുമ്പോ എല്ലാവരും ഫാമിലി ആയിട്ട് ഇതേപോലെ സ്പെൻഡ് ചെയ്യണം. ഈ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ട് ഇത് ഏതാണ് സ്ഥലം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളിപ്പോ എവിടെയാ തനുമാ? യെസ്, നമ്മൾ മധുരയിലാണ്. കണ്ട തമിഴ്നാട് സ്റ്റൈലിലുള്ള എന്തൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോട് എന്തൊക്കെ വെറൈറ്റി പൊടികളാണെന്ന് നോക്കിയേ. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പം മധുരയിലായതുകൊണ്ടാണ് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് അല്ലേ? തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു വികാരമാണ് അല്ലേ അമ്മോ? നമ്മൾ ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. രാത്രി 12:30-1 മണിക്ക് നമ്മൾ തുടങ്ങിയതാണ് വീട്ടിൽ നിന്ന് ജേണി. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ മധുരയിൽ എത്തി നിൽക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏകദേശം ഒരു 8 മണിയായി. നമ്മൾ വണ്ടി ഒരിടത്ത് ചാർജ് ചെയ്തു, തിരുനെൽവേലിയിൽ വെച്ച് ചാർജ് ചെയ്തു. അങ്ങനെ വീണ്ടും ഇവിടെ മധുരയിലെത്തി. ഇവിടെ സിയോണിൻ്റെ ചാർജിങ് സെൻറ്ററിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നമ്മുടെ ധനുമയും കുഞ്ഞോട്ടനും ഞാനും കൂടെ എവിടേക്ക് പോവാണ്? യെസ്, നമ്മൾ കൊടൈക്കനാലിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോവാണ്. അതെന്താണ് സ്ഥലം, എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയിട്ട് കാണാം കേട്ടോ. യെസ്, നമ്മുടെ അമ്മൂസ് പറക്കുകയാണ് സുഹൃത്തുക്കളെ. NH44 പറക്കുകയാണ്. എങ്ങനെയുണ്ടമ്മോ? നല്ല റോഡ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മു 76 ഓട്ടിക്കുന്നത് അല്ലേ? ഇല്ല ഏട്ടാ, നമ്മളന്ന് കോട്ടയം പോയ സമയത്ത് ഞാൻ നല്ലപോലെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നല്ല ഫാസ്റ്റ് ആയിട്ടല്ലേ പോയത്. അപ്പൊ ഏട്ടൻ എന്നോട് ചോദിച്ചില്ലേ ഇനി എവിടേക്ക് പറക്കണേന്ന്? ഓഹോ, അതൊക്കെ ഓർമ്മയുണ്ടപ്പോ? ജീവിതത്തിൽ പലപ്പോഴുള്ള അവസരങ്ങളല്ലേ ഓർക്കാണ്ടിരിക്കുക. സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ല. 4 ലൈൻ റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മറ്റേ തിരുനെൽവേലിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ പോണ റോഡ്. അത് ഒരു രക്ഷയില്ല, കണ്ണും അടച്ചിരുന്ന് ഓട്ടിക്കാം. അപ്പോൾ അങ്ങനെ ഡ്രൈവറിന്റെ കഴിവല്ല അല്ലേ? ഡ്രൈവറിന് കഴിവുണ്ട്, പിന്നെ കൊള്ളാം. ഡ്രൈവറിന് കഴിവുള്ളതുകൊണ്ടാണല്ലോ റേഞ്ച് റോവറൊക്കെ കയറി പോണത് കേട്ടാ. നമ്മള് വ്ളോഗിൽ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത്? അയ്യോ ഈ ആ പാട്ടിലുള്ള അല്ലല്ലോ ഈ നനുവിന് വേണ്ടത് നമ്മൾ അടിപൊളി സീറ്റൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതില് ഈ സീറ്റ് കിട്ടിയതിന് ശേഷം സത്യം ഈ സീറ്റ് കിട്ടിയതിന് ശേഷം ധനുമ പുറകെ നിന്ന് വന്നിട്ടില്ല. പക്ഷേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ധനു അവിടെ ഇങ്ങോട്ടേക്ക് ചാടി. കാരണം ധനുവിന് ചെറിയൊരു ടെൻഷൻ. അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പിടിച്ചിരിക്കാന്ന് അങ്ങനെ വന്നതാണ് അല്ലേ ധനു? ഡ്രൈവർ വണ്ടി പറപ്പിച്ചു കൊടുക്കും. ഡ്രൈവർ തിരക്കടില്ല. 77 ഓടിക്കണേ. സെറ്റ് നടക്കട്ടെ. റോഡാകുമ്പോ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വണ്ടികൾ വരും, സ്വാഭാവികം. അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി ഓടിക്കണം. ഓക്കെ.
യെസ്, അങ്ങനെ നമ്മളിത് കൊടൈക്കനാലിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു. കയറിയപ്പോൾ തന്നെ അവിടെ നിന്ന് 2-3 ആൾക്കാരൊക്കെ നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് പാസ് എടുത്തു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്കറിയില്ലല്ലോ പാസ് എടുക്കേണ്ട കേസൊക്കെ. അപ്പോൾ ഈ പാസ് എടുക്കണം കൊടൈക്കനാലിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ സൈഡിൽ നിർത്തി അവർ തന്നെ മൊബൈലൊക്കെ മേടിച്ച് ഈ പാസ് എല്ലാം എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു. ഞാൻ വിചാരിച്ചു പൈസ കൊടുക്കേണ്ടി വരുന്നു. പൈസ ഒന്നും വേണ്ട, നമ്മൾ പാസ് മാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇനി കാട്ടിലൂടെയാണ് യാത്ര. അത് കഴിഞ്ഞ് കൊടൈക്കനാലും കഴിഞ്ഞ് കൊടൈക്കനാലിൽ നിന്ന് അറൗണ്ട് ഒരു 35-40 കിലോമീറ്റേഴ്സും കഴിഞ്ഞിട്ടാണ് വട്ടവടയുടെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോബിറ്റൻ കൊഡായ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലാത്തവർ വെയിറ്റ് ചെയ്യൂ, ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. വെറൈറ്റി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ധനുക്കുട്ടി ചാച്ചി ഉറങ്ങിയല്ലോ. തനിയെ തന്നെ സീറ്റിൽ ബാക്കിൽ പോയിട്ട് അവൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവൾക്ക് എന്തായാലും ഈ കാർഡൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അല്ലേ ഏട്ടാ? എനിക്ക് തോന്നുന്നു കാടെത്തുമ്പോഴത്തേനും അവൾ എഴുന്നേക്കും. കാര്യം നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മളൊന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കാര്യം നമ്മുടെ പ്രോപ്പർട്ടിയുടെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ചാർജിങ് പോയിന്റ്സ് ഒന്നും ഇല്ല. പിന്നെ അവിടെ പോയിട്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് കുറച്ച് സ്ഥലങ്ങളും കൂടെ കാണാനൊക്കെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ചാർജ് സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന്. അങ്ങനെ കൊടൈക്കനാലിന്റെ ഹെയർ പിൻ കയറിയപ്പോൾ തന്നെ പച്ചപ്പണിഞ്ഞ കൊടൈക്കനാൽ അതാ നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എന്ത് രസമുള്ള വ്യൂ ആണെന്ന് നോക്കിയേ. എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാവില്ല. പക്ഷെ അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. റോഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പോകേണ്ടതുണ്ട്. നമുക്കിനി ടോപ്പിൽ പോയിട്ട് ബാക്കി കാണാം. കൊണ്ടോ വെള്ളച്ചൂട്ടും കൊണ്ടോ. ഇത് എവിടുന്ന വെള്ളം വരുന്നത്? അങ്ങോട്ടാണോ വെള്ളം വരുന്നത്? കാട്ടിനകത്ത് നിന്നാണ് വെള്ളം വരുന്നത്. ഒമ്പൂ, എന്നിട്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് പോണല്ലേ? എന്നൊന്ന് ഇഷ്ടപ്പെട്ടോ കണ്ടപ്പം? സ്വിമ്മിംഗ് പൂളിൽ കിടക്കണ? ആരുടെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കണത്? അവിടെ കിടക്കാനൊന്നും പറ്റൂല തനുമ്പോ. നമുക്ക് അവിടെ പോയി ഒന്ന് കാണാനേ പറ്റുള്ളൂ. ഞാനൊന്ന് അടുത്ത് പോയി ഒന്ന് കാണണോ? ശരി, നമുക്ക് പോവാട്ടോ. ആ സൈഡിലേക്ക് പോകാൻ പറ്റുമോ? അവിടേക്ക് നനുനി കൊള്ളാമോ വെള്ളച്ചാട്ടം? ഇഷ്ടപ്പെട്ടാ? ഓക്കെ. എന്താ രസം വെള്ളച്ചാട്ടം കാണാൻ. പക്ഷേ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ, എന്തൊക്കെ മൊത്തം വേസ്റ്റ്. ഇതൊക്കെ ഇവിടുത്തെ അതോറിറ്റീസ് ആൾക്കാർ വല്ലതും കാണുന്നുണ്ടോ ആവോ? ഒരു ഐറ്റം മറന്നു വെച്ചു ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത്. അല്ല കയ്യിലൊക്കെ എന്തോന്നു? പിന്നെ കുറച്ച് ഗ്ലൗസ്. തണുപ്പാണ്, കുറച്ചധികം ഗ്ലൗസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ അതെ, അവർ പറഞ്ഞു നല്ല തണുപ്പുണ്ടാവും രാത്രിയാകുമ്പോൾ. അപ്പോൾ അമ്മൂനാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ചെറുതായിട്ട് AC ഇടുമ്പോഴത്തേനും തണുപ്പ്. പക്ഷേ അന്ന് കാശ്മീരിൽ പോയി കൊടും തണുപ്പത്ത് ഞാൻ നട്ടല് വരച്ച് നിന്നപ്പോൾ ഇവള് സ്വെറ്റർ പോലും ഇടാതെ ജാക്കറ്റ് പോലും ഇടാതെ വെളിയിൽ ഇറങ്ങി നടന്ന് ഓടിക്കളിക്കുന്നത്. എന്താണ് അതിന്റെ രഹസ്യം മോസേ? ഞാനും ആലോചിച്ചായിരുന്നു കേട്ടാ, എന്തുകൊണ്ടാണ് ഈ ചെറിയ തണുപ്പത്ത് എനിക്ക് തണുക്കുന്നു. കാശ്മീരിൽ പോയിട്ട് ഞാൻ കുളിച്ചു, കാശ്മീരിൽ പോയിട്ട് അല്ലേ, അങ്ങനെയൊക്കെ നടന്നത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ്. ചിലപ്പോൾ മരവിച്ചിട്ടേ മനസ്സിലാവാത്തതായിരിക്കും ചിലപ്പോൾ തണുപ്പ്. അതാ മരവിച്ച് സെൻസേഷൻ മൊത്തം കട്ടായി പോയി. അതാണ് സംഭവിച്ചത്. ഇവിടെ അപ്പുറത്ത് ഇരിക്കാൻ ആളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ധനുമയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറത്തൊന്ന് ഇരുന്ന് സഹായിക്കണം പ്ലീസ്. അങ്ങനെ ദേ അമ്മു ഗ്ലൗസ് വാങ്ങിച്ചു, തൊപ്പി വാങ്ങിച്ചു, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മുട്ടം വെയില്. രാത്രി ഇതൊക്കെ യൂസ്ഫുൾ ആവും. മറന്നു വെച്ച ധനുവിന്റെ ആ ക്യാപ്പ് പോയി എടുത്തിട്ട് വരട്ടെ ഞാൻ. പിള്ളകളി മാറാത്ത പിള്ളേരൊക്കെ പിടിച്ച് അമ്മയാക്കിയ ഇതാണ് പ്രശ്നം. ഇതൊക്കെ കണ്ട കൊച്ചിന് വാങ്ങിച്ചു കൊടുത്ത തൊപ്പിയും വെച്ച് PP അടിച്ചോണ്ട് വരുന്നത്. ഇത് യൂണിക്കോൺ അല്ല, തലക്ക് പ്രാന്ത് മൂക്കുമ്പം ഇതിന്റെ കൊമ്പ് ഇങ്ങനെ മേളോട്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. വെൽക്കം ടു കൊടൈക്കനാൽ. പറ കൊടൈക്കനാൽ പാസ് ചെയ്ത് കാവുഞ്ചിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വനത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. കണ്ടോ, തിങ്ങി നിറഞ്ഞ വനങ്ങളും അതിന്റെ ഇരട്ടി കുരങ്ങന്മാരും ഉണ്ട്. വേറെ മൃഗങ്ങളെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ പോകുമ്പോ കാണുമെന്ന് അറിയില്ല, നോക്കാം. മരം ഒടിഞ്ഞല്ലേ, മഴയും ഇതൊക്കെ വന്നില്ലായിരുന്നു. തന്നെ ഇടിയും മിന്നലൊക്കെ കാറ്റൊക്കെ വന്നില്ലേ, അതിലും മരം ഒടിഞ്ഞതാണ്. അതൊടിഞ്ഞില്ല, അത്
നിൽപ്പുണ്ട്. താഴെ ദൂരന്മാർ ഒടിഞ്ഞു കിടക്കുന്നില്ല. അങ്ങനെ ദേ നമ്മൾ ഹോബിറ്റൻ കൊടയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ എത്തിയപ്പോഴത്തേന് ലേറ്റ് ആയി പോയി, അതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. രാവിലെ ദേ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. നമ്മളിപ്പോൾ ദേ നമ്മുടെ റൂമിൻ്റെ ലോണിൽ പ്രൈവറ്റ് സ്പേസിൽ നമ്മളിത് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഫാമിലി ഗ്രൂപ്പിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഗ്രൂപ്പിന് പീസ് ആഗ്രഹിക്കുന്നവർ, അതായത് സിറ്റിയിൽ നിന്നും ബാക്കി എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്നിട്ട് നമ്മളുടെ നേച്ചറുമായിട്ട് ഇടുകി ചേർന്ന് ഒരു 2 ദിവസം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഹോബിറ്റൻ കൊടായി അല്ലേ? അതെ അതെ, കറക്റ്റ് ആണ്. ഭയങ്കര നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലേ? അതെ അതെ, അത് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇവിടെ ഇപ്പം ഒരു ഡേയിൽ തന്നെ ഒരു 3 ക്ലൈമറ്റ് ആണ് വരുന്നത്. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചൂടുണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ ഇങ്ങനെ വന്നു തുടങ്ങും. അതിനുശേഷം വൈകുന്നേരം രാത്രി നല്ല തണുപ്പായിരിക്കും. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കൊടും തണുപ്പ്. വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് അങ്ങനെ എടുത്ത് വായിക്കാത്ത വെച്ചാലുള്ള ഫീലാണ്. പല്ലൊക്കെ കോച്ചി പിടിച്ചു പോയി. പിന്നെ രാത്രി ഞാൻ ജസ്റ്റ് വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേനും നമ്മുടെ വായിക്കാത്തൊന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. അതൊരു തണുപ്പാണ് രാത്രി. അപ്പൊ അങ്ങനെ ഒരു 3 ക്ലൈമറ്റ് നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് ആസ്വദിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടത്തേക്ക് കണ്ടു, അവിടെ എല്ലാം ഇങ്ങനെ ഒരു മല ഇങ്ങനെ കട്ട് ചെയ്ത ഒരു കൾട്ടിവേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത. വണ്ടിയിൽ വന്നപ്പോ തൊട്ട് എവിടെ മല കണ്ടാലും നമ്മുടെ ധനുമ പറയുന്ന ഒരു സംഭവമാണ് കുഞ്ഞിന്റെ പേര് മല മല അല്ലേ നനു? അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്നു. രാവിലെ നമുക്ക് ഭൂരി, പൊടിമാസ്, ബോയിൽഡ് എഗ്, കോഫി, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ കാണിച്ചു കേട്ടോ. സൂപ്പർ. ധനു തൈല പറിക്കാൻ പോണ കിടക്കണ്ട കോസ്റ്റ്യൂമാണല്ലോ. അമ്മക്ക് നീ തേനല്ലേ ആയിരവല്ലി ആയിരവല്ലി പൂവല്ലേ. വെയിലത്ത് കിടന്നവള് ഊഞ്ഞാലാടുവാ. സൺബാത്ത്. ഇതാണ് അപ്പോൾ ഹോബിറ്റൻ കൊടായുടെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും അവിടെ സൈഡിലായിട്ടൊരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് റെസ്റ്റോറൻറ്റ്, നല്ലൊരു അടിപൊളി ഗ്ലാസ് റെസ്റ്റോറൻറ്റ്. അതിന് പിന്നെ നേരെ അടുത്തായിട്ടൊരു കിച്ചൺ, പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബാലി സ്വിങ് പോലത്തെ ഒരു സ്വിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഹോബിറ്റ് ഹൗസസ്. ഒരു ഹോബിറ്റ് ഹൗസ്, അടുത്ത ഹോബിറ്റ് ഹൗസ്, 2, 3 ആൻഡ് ഇത് നമ്മളുടെ ഹോബിറ്റ് ഹൗസ്. കണ്ടോ, ഒരു ഹൗസിനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് പ്രൈവറ്റ് സ്പേസ് നല്ല രീതിക്കുണ്ട്. നമുക്ക് ഹാമോക്ക് ഉണ്ട്, പിന്നെ ഇത്രയും വലിയൊരു ലോൺ ഉണ്ട്. അവിടെ ഒരു ഔട്ട്ഡോർ സ്പേസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുപോലത്തെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടുത്തെ ഔട്ട്ഡോർ വ്യൂ, നമ്മളുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു വ്യൂ. ഈ വ്യൂ കാണാൻ വേണ്ടി മാത്രം നമുക്കിവിടെ വരാം. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും പിന്നെ മീൽസും ആണ്. കുറേ കറികളുണ്ട്. ഇതൊക്കെ ഈ സൈഡിലുള്ള കറികളാന്ന് തോന്നുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് മനസ്സിലാവണില്ല അല്ലേ ഏട്ടാ? കുറേ വെറൈറ്റി കറികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കഴിക്കാൻ പോവാട്ടോ.
ബാലി സ്വിങ് എങ്ങനെ ഉണ്ടായിരുന്നു മനു? ഊഞ്ഞാല് ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തല്ലേ? മനു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളില്ലേ ശരിക്കും നമ്മൾ ബാലിയിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് ട്രൈ ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയില്ല. കുഴിക്കകത്ത് വീഴുന്ന പോലൊരു ഫീലാണ്. നമ്മളിങ്ങനെ എല്ലാത്തിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ആകാശത്തിലേക്ക് പോണ പോലെ അല്ലേ ധനു? ഇഷ്ടപ്പെട്ടില്ലേ ധനുവിന്? ആ, എനിക്കും ഇഷ്ടപ്പെട്ട്. ചിരിയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ അത്രയും ചിരിയായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ വീടിൻ്റെ തട്ടുപുറത്ത് കയറിയാലോ ഗൈസ്? ഇല്ല, ദേ ഇവിടെ അങ്ങനെ കയറാനായിട്ട് പറ്റും. നമുക്ക് പോയി അതെ, അമ്മയും മോളും കൂടെ വീട്ടിന്റെ പുറത്ത് കയറാനുള്ള പുറപ്പാടാണ്. സൂക്ഷിച്ച് പിടിച്ച്. അവള് പണ്ടേ ട്രക്കിങ്ങിൽ പിടിക്കുകയാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഹലോ, ഹായ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? അച്ഛൻ കൂടെ വരട്ടെ? അങ്ങനെ അവരെ മാത്രം വിട്ടുകൊടുത്താൻ പറ്റില്ലല്ലോ. ഞാൻ കയറട്ടെ. ഏട്ടൻ കയറിയപ്പോ കുലുങ്ങുന്നോ? അമ്മ എന്റെ മേളിൽ കയറിയപ്പോ ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടല്ലേ? അതെ ഉണ്ട്. നമ്മള് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നമുക്ക് 2 പിക്സ് ഒക്കെ എടുത്തിട്ട് നല്ല താഴേക്ക് നീങ്ങാം. ഇതാണ് പറയണത്. മേളിൽ കയറാൻ മാത്രം അറിഞ്ഞാൽ പോലെ തിരിച്ചിറങ്ങാനും അറിയണം. കുറുക്ക് വഴി കൂടെ ഇങ്ങോട്ട് കയറിട്ടോ. അതെ, ഇവിടെ ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം നമുക്ക് നൈറ്റൊക്കെ ചെറിയ പാർട്ടി മൂവിയൊക്കെ കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ ആയിട്ട് ഷൂട്ടിംഗ് സോൺ ഉണ്ട്. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഹോബിറ്റ് ഹൗസിന്റെ മേളിലെത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നടന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകും. വെൽക്കം ടു ഹോബിറ്റോൺ ഹൗസ്. നമ്മുടെ ഹോബിറ്റോൺ ഹൗസിൻ്റെ അകത്ത് ആംബിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഡോർ നോക്കി, നല്ല വലിയൊരു റൗണ്ട് ഡോറ്. നമുക്കൊരു പ്രത്യേകതരം ഒരു ആംബിയൻസ്. നമ്മളെന്താ ചെറിയ ഗുഹയ്ക്കകത്തൊക്കെ കയറിയിരിക്കുന്ന ഒരു ഫീലാണ്. പിന്നെ നല്ലതേ ഒരു ആൻറ്റിക് ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ അതേ വിശാലമായൊരു ബെഡ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ചെയേഴ്സ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഫയർ റൂമിൽ തീയൊക്കെ കത്തി പടരുകയാണ്. പക്ഷെ അത് ഡമ്മിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അതിഭയങ്കരമായൊരു ബാൽക്കണി ഉണ്ട്. അതിഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് എണീറ്റ് പോകാൻ തോന്നില്ല. അമ്മാതിരത്തെ ആംബിയൻസ്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി, ഇവിടെ ബാത്റൂമും കാണാം. പക്ഷെ കർട്ടൻ ഉണ്ട് കേട്ടോ. നമ്മള് ഇനി ഇതിന്റെ വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൺ ആംബിയൻസ് വാഷ്റൂം. കേട്ടോ, ഇവിടുത്തെ വാളിന്റെ ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല. ഹോബിറ്റ് ഹൗസിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഹൗസിന്റെ വിശേഷങ്ങൾ. കുഞ്ഞു ഹൗസാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ആംബിയൻസ് അല്ലേ ധന്മ? അടിപൊളിയായിട്ടല്ലേ? ധന്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞി മൊയിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ മാന്തി ചെറിയ മാളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് താമസിക്കുന്ന പോലെയാണ് ധന്മ നിൽക്കുന്നത് അല്ലേ? വെള്ളം എവിടെ? വെള്ളം ഇനി നമ്മള് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത്. അത് കാണാൻ പോവാണ്. നമ്മൾ ഷീപ്പ് ഫാം ഇവിടെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അവിടെ പോകാനായിട്ട് പറ്റിയില്ല. രാവിലെയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് അത് ഉച്ചയ്ക്ക് എങ്ങാണ്ട് ക്ലോസ് ചെയ്തു. ഒരു 2 o'clock ഒക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം കാണാനുണ്ട്. അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ അരുവി പോലൊരു സംഭവം പോകുന്നുണ്ട്. അത് കാണണം. അപ്പോൾ ഇത് 2 നമ്മൾ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അത് 2 കൂടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ രാവിലെ തിരിച്ച് ബാക്ക് ടു ട്രിവാൻഡ്രം. നമ്മൾ കാടിലൂടെ 3/4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ട്രിവാൻഡ്രം പോകും അല്ലേ ധന്മ? അതുപോലെ തന്നെ ഇന്നലെ കാട്ടിലൂടെ പോയപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? എന്ത് കണ്ടു? ആരെ കണ്ടു? കാട്ടുപോത്ത്. അയ്യോ, അത് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ധനുമ അമ്മുവിന്റെ കയ്യിലിരുന്ന് ഉറങ്ങായിരുന്നേ. അപ്പം ധനുമനെ ഉറങ്ങിയതിനു ശേഷം തിരിച്ച് ബാക്ക് സീറ്റിലേക്ക് കിടത്താൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ജസ്റ്റ് ആയിട്ട് ഒന്ന് ഒതുക്കി. അവരെല്ലായിടത്തും വാർണിംഗ് വെച്ചിട്ടുണ്ട്, പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ധനുമാക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഏരിയ കാണുന്ന ഒരു സ്ഥലത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് അവളെ ബാക്കിലോട്ട് എടുക്കാൻ കയറിയത്. അമ്മു അവളെ എടുത്ത് ഇറങ്ങി ബാക്ക് ഡോർ തുറന്നു. അയ്യോ ഏട്ടാ, വണ്ടി എടുത്തോ കാണ്ടാമൃഗം പറഞ്ഞൊരു ബഹളം. ഞാൻ കാണ്ടാമൃഗം ഇവിടെ. ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ വമ്പം വലിയൊരു കാട്ടുപോത്ത്. ആളെ അരകണ്ടൊന്നുമല്ല, ഞാൻ നൈസായിട്ട് കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പുല്ലൊക്കെ കഴിച്ചോണ്ടിരിക്കണം. പക്ഷെ എപ്പോഴാണ് അത് വയലന്റ് ആവുക നമുക്ക് പറയാം. തൊട്ടടുത്ത് അമ്മൂന്റെ തൊട്ടടുത്ത് അമ്മൂന്റെ കിളി പോയി. അങ്ങനെ പിന്നെ പെട്ടെന്ന് ചാടി കയറി. അപ്പോഴത്തേനും വേറെ 2 വണ്ടിക്കാരൊക്കെ വന്ന് അവരൊക്കെ ഒതുക്കി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ പിന്നെ നേരെ
വണ്ടി എടുത്തോണ്ട് വന്നു. വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല. കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അതിന്റെ കൂടെ കളറോടെ സെൽഫി ഒക്കെ എടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. യെസ്, കാണിക്കണം. ഇതാണ് കാട്ടുപോത്ത് ഇങ്ങനെയാ നടന്നു വന്നേന്ന്. ഇവിടെ 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 അയ്യോ കാട്ടുപോത്ത് വീണ്. ആ കാട്ടുപോത്തിന്റെ ഫേസിലെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? അയ്യോ കാട്ടുപോത്ത് അച്ഛനെ ഇടിക്കാൻ വരണേ. അയ്യോ അച്ഛനൊന്നും ചെയ്യല്ലേ കാട്ടുപോത്തെ. കാട്ടുപോത്ത് വന്നിട്ട് ഒരു ഉമ്മ രൂപം നോക്കിട്ടോ. ഒച്ചടോ പാവം കാട്ടുപോത്ത്, ഇത് ചുഞ്ഞി കാട്ടുപോത്ത്. ഹോബിറ്റൺ ഹൗസിന്റെ ഗ്ലാസ് റെസ്റ്റോറൻ്റ് ആണിത്. ഇതേ കണ്ട ചെറിയൊരു പോണ്ട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ കൊറ്റിയൊക്കെ ഉണ്ട്. ദേ ഇതിനകത്ത് നല്ല വൻ ആംബിയൻസിൽ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇത് നോക്കിയേ, രാവിലെയും ഈവനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ബാ. പിന്നെ ദേ അവിടെ കണ്ടോ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹോബിറ്റോന്റെ എൻട്രൻസ്. ആ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്. ഇതാരത്? ഹലോ ഹലോ അയ്യോടാ അച്ചു ധനു ഓടി വാ. ഹലോ ധനു എന്തൊക്കെയോ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നോ നേരത്തെ? ധനു ബാബു ഓടിയോ? ഒന്നും ചെയ്യില്ലടാ, അതാ നോക്ക്. പാവം പാവം ബബ്ബു. ഓക്കെ, ദേ അവര് നമ്മളെ വെയിറ്റ് ചെയ്യാണ് പുറത്തോട്ടേക്ക് പോകാനായിട്ട്. ഇല്ല ഇല്ല, ഇപ്പൊ പോയിട്ട് വരാം. നമ്മൾ വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് വരാം. ധനു പോവാം. ബൈ ബൈ പറയാ. ബൈ. ഓക്കെ. എവിടെ പോണേ? ജീപ്പിൽ പോണോ? കണ്ടോ നമ്മൾ ഓഫ് റോഡൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് വെള്ളച്ചാട്ടം കാണാൻ. ഏതോ പുല്ലിന്റെ ഇടയിൽ പോയി കയറിയിട്ടേ അവർക്ക് അവിടെ അവിടെ എടുത്തിട്ടുള്ളത്. നമ്മളിതേ വാട്ടർഫോൾസിന്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയപ്പോഴേനും മുംബൈ-ആയിട്ട് ഇതേ ഒരു വമ്പൻ കാഴ്ച. നമുക്ക് അവിടെ മൊത്തം പൂ പൂത്ത് നിൽക്കണം. നോക്കിയേ, നമുക്ക് ഇതിൽ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇവിടെ മൊത്തം പൂക്കളാണത്, ഇതുപോലത്തെ പൂക്കള്. എന്ത് രസം അറിയോ കാണാൻ. ഇനി നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോവാം. എവിടെയാണ് വാട്ടർഫോൾസ്? ഇവിടെ. അതാ ഇതാണ് നമ്മൾ പറഞ്ഞ വാട്ടർഫോൾസ്. കണ്ടോ, നല്ല രസമുണ്ടല്ലേ. നോക്കിയേ, അവിടെ ഇങ്ങനെ താഴേക്ക് അങ്ങനെ പോവും. ഇവിടെ മൊത്തം ഇഷ്ടം പോലെ അവർ നടത്തുവാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, മല ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, സോയ ഉണ്ട്, അങ്ങനെ മൊത്തം കൃഷിയാണ്. അപ്പൊ ആ കൃഷിയിലേക്കൊക്കെ ഇവിടെ നിന്നാണ് അവർ വെള്ളം എടുക്കുന്നത്. മനോനി, വെള്ളം നല്ല തണുപ്പുണ്ടാ? അങ്ങനെ നമ്മുടെ ഹോബിറ്റൺ കൊടയിലെ നമ്മളുടെ സ്റ്റേ ഇന്നത്തോടുകൂടെ തീരുവാണ്. ലാസ്റ്റ് നൈറ്റ് ആണ് ഇന്ന്. യെസ്, നമ്മളുടെ ലാസ്റ്റ് നൈറ്റ് നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാമ്പ് ഫയറിന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ ഗസ്റ്റുകൾ എല്ലാവരും പോയി. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്നലെയൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ധനുമ, നമ്മുടെ ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? യെസ്, ഇഷ്ടപ്പെട്ടോ? ഹാപ്പി? തീ കണ്ട് പേടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ച്. അമ്മോ, അപ്പൊ നമ്മള് നേച്ചറുമായിട്ട് റീകണക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ ട്രിപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? പിന്നെ ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ ആണല്ലോ. സോ അതിന് മുന്നേ ആയിട്ട് എന്താ പറയാ, നമുക്ക് കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ നേച്ചറായിട്ട് കണക്ട് ആയി നിൽക്കാനും പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മള് നേരത്തെ പോയ ട്രിപ്പ് കോപ്പിറൈറ്റ് അടിക്കും. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാക്കൂലേ? ഇത് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് ഈ പാട്ട്. നന്നോ நங்கூரமாய் இறங்குறேன், தீவு வலை விரிக்கிறேன், எம்மாடி எம்மாடி உன்னால நான் துடிக்கிறேன். ஆ ஆ ஆ ஆ ஆ ஆ
ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പോയിരുന്ന ട്രിപ്പുകളെയൊക്കെ അപേക്ഷിച്ച് യമാടി, യെസ്, കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് നല്ലൊരു നേച്ചറുമായിട്ട് ഇഴുകി ചേർന്നിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ഈവൻ നമ്മളുടെ ട്രാവല് നമ്മൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം നമ്മൾ കാടും മലയും പുഴയും ഇതൊക്കെ കണ്ടോണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് വണ്ടി നമ്മൾ നിർത്തിയിട്ടാലുണ്ടല്ലോ വേറെ ഒരു ബഹളം കേൾക്കില്ല. നമ്മൾ വണ്ടി നിർത്തിയിട്ടപ്പോ ഉണ്ടല്ലോ ശരിക്കും കുറച്ച് സമയം നമ്മൾ വണ്ടി നിർത്തിയിട്ട് അതിനകത്ത് ഇരുന്നായിരുന്നു അല്ലേ ഏട്ടാ? ഒരു 30 സെക്കൻഡ്സ് ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ വേറെ ഒരു സൗണ്ടും ഇല്ല. നിറയെ കിളികളുടെയും പിന്നെ ഒരു കാടിന്റേതായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, അരുവി ഒഴുകി പോകുന്ന ചെറിയൊരു സൗണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. നമ്മളത് ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയി ആ ഒരു സൗണ്ടില്. അതൊരു പ്രത്യേക ഫീല് അല്ലേ? രക്ഷയില്ലാത്ത ഫീൽ ആയിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ട്രിപ്പിന്റെ വിശേഷങ്ങൾ. ഈവൻ നമ്മളൊരു 10.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയത്. പക്ഷെ ആ 10.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തതിൽ നമുക്ക് ഒരു വിഷമവും തോന്നുന്നില്ല അല്ലേ? അതെ അതെ അതെ, അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്തു. അത് മാത്രമല്ല നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇപ്പം മൂന്നാർ ഒക്കെ ആയിരുന്നു. അപ്പോൾ 1 സെക്കൻഡ് തന്നെ ഒരു കാര്യം പറയട്ടെ. അപ്പം പോയി തൊട്ടിട്ട് ഓടി വരാം. അത് ഊഞ്ഞാല് തൊട്ടല്ലോ. ഇനി ഒരു കാര്യം പറയട്ടെ. അനുവിനെ കൊണ്ട് ഇപ്പൊ നോക്കിക്കോക്കോ. അപ്പോൾ നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്നത് മൂന്നാർ റൂട്ടൊക്കെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നാഗർകോവിൽ കയറി അവിടുന്ന് തിരുനെൽവേലി ആ റൂട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് ഞങ്ങൾക്കിത് എന്താ പറയുക വേറൊരു എക്സ്പീരിയൻസ് ആണ്. റോഡും വേറെ, പിന്നെ രാവിലെ 1 മണിയായി വെളുപ്പിനെ അല്ലേ 1 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചത്. സോ അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഈ ട്രിപ്പ് മറ്റുള്ളതിനെ പോലെ അല്ല, നമ്മളൊരിക്കലും മറക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇത് കൊടൈക്കനാലിൽ നിന്ന് അറൗണ്ട് ഒരു 40 കിലോമീറ്റേഴ്സ് വീണ്ടും അകത്തേക്ക് വരണം. കാവിഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് വീണ്ടും നമ്മളൊരു ഗ്രാമം, പൂന്തി എന്ന് പറഞ്ഞൊരു ഗ്രാമവും കഴിഞ്ഞ് വേറൊരു സ്ഥലത്തെത്തിയിട്ടാണ് നമ്മൾ ആ വാട്ടർഫോൾസ് ഒക്കെ കണ്ടത്. ആക്ച്വലി ആ വാട്ടർഫോൾസ് ഒക്കെ തമിഴ്നാട് ബോർഡറാണ്. അവിടുന്ന് ഒരു വലിയ മലയുണ്ട്. ആ മലയുടെ അപ്പുറത്ത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വട്ടവട, അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് മൂന്നാർ. പക്ഷേ അങ്ങോട്ടേക്ക് ഇപ്പോൾ നമുക്ക് പോകാനുള്ള പ്രൊവിഷൻ ഇല്ല. അവിടുത്തെ റോഡെല്ലാം ഭയങ്കരമായിട്ട് അലമ്പായി കിടക്കുകയാണ്. വൻ ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി വീണ്ടും തിരിച്ച് കൊടൈക്കനാൽ പോയി അവിടെ നിന്ന് നേരെ മധുരൈ, തിരുനെൽവേലി, അവിടെ നിന്ന് നേരെ നാഗർകോവിൽ, ട്രിവാൻഡ്രം, അങ്ങനെയാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഇതന്നെ നമുക്ക് വൈൻഡപ്പ് പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? എല്ലാവരും എൻജോയ് ചെയ്തല്ലോ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ട്രിപ്പ് വരുമല്ലോ? ടൈം കിട്ടുമ്പോ എല്ലാവരും ഫാമിലി ആയിട്ട് ഇതേപോലെ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ലൈഫ് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. യെസ്, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇനി അടുത്ത് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ഇറ്റ്സ് Vemrutu vlog signing off. Bye bye. Love you so much Tare. Love you so much Bara. Love you so much. Bye. നാടൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ ആലം കാത്തു വച്ച രക്ഷകനെ സമാരകനെ അണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോകും മണ്ണൻ വന്നാലും തന്നെ തന്നെ തെരുവാനായ തിരക്ക് നാടിൻ ഇല്ലുമിനാറ്റി നാടൻ ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി.